ശബരിമലയിൽ അരവണ പ്രതിസന്ധി തുടരുന്നു. പുതുതായി കരാറെടുത്ത കമ്പനി ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. അതേസമയം സന്നിധാനത്ത് ഭക്തജന പ്രവാഹം തുടരുകയാണ്. കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ശബരിമല നട തുറന്നതിന് ശേഷം വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് ഇന്ന് വരെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതിനോടകം തന്നെ 30,000-ലധികം പേർ 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശനം കണ്ടു എന്നുള്ളൊരു വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെർച്വൽ ക്യൂ ബുക്കിങ്ങിലേക്ക് അടക്കം വലിയ നിയന്ത്രണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദിവസങ്ങളിൽ, അതായത് ജനുവരി 14-15 തീയതികളിൽ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അത് 10-ാം തീയതി മുതൽ മാറ്റിവെച്ചിരിക്കുക. അതായത് 10-ാം തീയതി മുതൽ ഇത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ വലിയൊരു ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്ന മറ്റൊരു പ്രതിസന്ധി ഈ മുഖ്യ പ്രസാദമായിട്ടുള്ള അരവണയുടെ വിതരണത്തിലെ ഉള്ള ഒരു നിയന്ത്രണമാണ്. നിലവിൽ ഈ അരവണ നിർമ്മിച്ച് അത് വിതരണം ചെയ്യാനായിട്ടുള്ള ടിന്നുകൾ ഇല്ലാത്തതാണ് ഈ അരവണ പ്രതിസന്ധിക്ക് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അരവണ പ്രതിസന്ധി ഇന്ന് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ദേവസ്വം ബോർഡ് അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. അതായത് അരവണ നിറക്കാനായിട്ടുള്ള ടിന്നുകൾ ഇന്ന് മറ്റൊരു കമ്പനി, അതായത് ആദ്യം കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനിക്ക് ഇവർക്ക് മതിയായ ടിന്നുകൾ വിതരണം ചെയ്യാൻ കഴിയാതിരുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കമ്പനിയെ കൂടി അരവണയുടെ ടിന്ന് വിതരണം ചെയ്യാനായിട്ട് കരാർ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കമ്പനി ഇന്ന് ഈ ടിന്നുകൾ എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടിന്നുകൾ കൂടി എത്തിയാൽ അരവണ ഉണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെ ടിന്നുകളിലേക്ക് നിറച്ചുകൊണ്ട് ഇത് വിതരണത്തിന് വേണ്ടി തയ്യാറാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഇങ്ങനെ ഈ നിലവിലുള്ള ഒരു പ്രതിസന്ധി പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.